ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ചേട്ടനും അനിയന്മാരും കൂടെ ഒക്കെ അവിടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുവാണ്. അപ്പോൾ നമ്മുടെ നികേഷ് ചോദിച്ചു, ഏട്ടത്തി എന്ന് ഇത്ര താമസിച്ച് സാധാരണ നേരത്തെ എഴുന്നേക്കാറുള്ളതാണല്ലോ, ഇന്നെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ 4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നതുകൊണ്ടേ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് ഇന്നലെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ താമസിച്ച് പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പല്ല് തേക്കാനും ഫ്രഷ് ആകാനൊക്കെ ആയിട്ട് നിധി അങ്ങ് പോയപ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ ഇടുപൊട്ടി. കേട്ടോടാ, അവൾ പറഞ്ഞത് കേട്ടോ? എന്ത് കേട്ടോന്ന്? അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്ത് ഇവിടെ വന്നപ്പോൾ അവൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയെന്ന്? അതിൻ്റെ അർത്ഥം എന്താ? ഈ വീട് അവളുടെ സ്വന്തം വീടാണെന്നല്ലേ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഇവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നിധി പല്ല് തേപ്പൊക്കെ കഴിഞ്ഞങ്ങ് വന്നു. അപ്പോൾ സുഭാഷ് മോൾ എഴുന്നേറ്റോ, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട സുഭാഷ് ഏട്ടാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എനിക്ക് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. അതിന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമെന്ന് ചോദിച്ചു. അത് പിന്നെ 3-4 ദിവസം ജോലി അടിച്ച് നടന്നിട്ടേ പെട്ടെന്ന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ പോയാലോ എന്ന് സുധീഷ് ചോദിക്കുക. പെട്ടെന്ന് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ലീവൊന്നും കിട്ടില്ല, ഇനിയിപ്പോൾ ഒരു 6 മാസത്തേക്ക് തിരക്കുക. എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അത് കഴിയുമ്പോൾ പോകാമെന്ന് സുധീഷ്. അപ്പോൾ അത് ശരി, ഓക്കെ എന്നും പറഞ്ഞ് നിധി ഇങ്ങനെ അവിടെ നിന്ന് പോയി. അപ്പോൾ നിധി ആണെങ്കിൽ ഫ്രഷ് ആകാൻ പോയി കഴിയുമ്പോൾ സുഭാഷ് ഇവർക്ക് ചായ വേണമെന്ന് ചോദിച്ചു. ചായ വേണ്ടാന്ന് പറഞ്ഞു. ചായ വേണ്ടാന്നും പറഞ്ഞ് സുഭാഷ് അങ്ങ് പോയി സുഭാഷ് ദോശ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് അനിയന്മാരെ പറഞ്ഞ് ധരിപ്പിക്കുക. അവളിപ്പം നമ്മളിലൊരാളെ അവളുടെ ആ വർത്തമാനം നീ കേട്ടോ, നമ്മുടെ കൂടെയൊക്കെ ടൂർ പോകാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് എന്തോ ഒരു ഇഷ്ടം എന്നോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു നമ്മുടെ ഹരീഷ് അല്ലേ ആള്. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് ഒരു ബെൻസ് കാറ് വന്ന് നിൽക്കുന്നു. ഇതാരിതെന്ന് ഓർത്ത് സുധീഷ് നോക്കുമ്പോൾ വേറെ ആരുമല്ല, നിധിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. നിധിയെ 4 ദിവസമായിട്ട് കണ്ടിട്ടില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ, ഇതുവഴി പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു സുധീഷിൻ്റെ മുന്നിലേക്ക്. സുധീഷ് ഓടി ഇറങ്ങി ചെന്നപ്പോൾ പറയാണ്, അങ്ങനെ വെറുതെ പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ കരുതി ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാണെന്ന്. അല്ല നിധി ലീവൊക്കെ വിളിച്ചു പറഞ്ഞതായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു, എന്നാലും ഒരു ടെൻഷൻ. അപ്പോഴത്തേക്ക് സുഭാഷ് ഇറങ്ങി വന്നു. ഇത് ആരെയും വന്നിരിക്കുന്ന കയറി വാ, ഒരാൾ വീട്ടിൽ വന്ന് മുറ്റത്ത് നിർത്തിയാണോ വർത്താനം പറഞ്ഞു, വാടാങ്ങ് വിളിച്ചോണ്ട് പോവാ എന്ന് പറഞ്ഞു കയറി വന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. ഈ സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെട്ട് കയറി പോവുക. സുധീഷിൻ്റെ ഉള്ളിൽ തീയാകട്ടോ. അപ്പോൾ അവർ ഇരിക്കുന്നും പറഞ്ഞിങ്ങനെ സിദ്ധാർത്ഥനെ അവിടെ വിളിച്ചിരുത്തി. അപ്പോൾ അതേ ഇങ്ങനെ നിധി എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സുധീഷ്. ആരാ വന്നേക്കുന്നതെന്ന് നോക്കി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിക്കും. വരുന്നു സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വന്നിരിക്കുകയല്ലേ, ഈ സുഭാഷ് ഏട്ടനെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സുധീഷ്. അപ്പോൾ ഇതെന്താ സിദ്ധാർത്ഥ് ഇവിടെ, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിധി വന്നു. അപ്പോൾ നിധി 3-4 ദിവസമായിട്ട് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ലീവ് പറഞ്ഞിരുന്നാണല്ലോ. അത് ശരിയാ, പക്ഷേ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ, അതാ ഓടി വന്നു. ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് അടുക്കളയിലോട്ട് പോയി. അപ്പോഴേക്കും ഹരീഷും നികേഷും വന്നു. ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ ഒരു പ്രശ്നമില്ല എന്ന് നിധി. ഞാനിതിലെ പോയപ്പോൾ നിധിയെ ഓർത്തു, അതാ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആണോ, ഈ സംസാരം എങ്ങനെയൊന്ന് അവസാനിപ്പിക്കുക നമ്മളെ സുധീഷ് ചിന്തിക്കാം. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി തറവാട്ടമ്പലത്തിൽ പോയതായിരുന്നു, അതാ ലീവ് എടുത്തതൊന്നും നിധി പറയാട്ടോ. അത് ശരി, അപ്പം ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷ്, ഹരീഷ്, സുധീഷൊക്കെ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ അവർ പോയതും വന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ഒരുപാട് ഇങ്ങനെ പറയുന്നപ്പോഴത്തേക്ക് സുഭാഷ് ചായ കൊണ്ടു കൊടുത്തു. ചായ കുടിക്കുന്നു. ഇവരുടെ സംസാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സുധീഷിന് ടെൻഷനായിട്ട് പാടില്ല. സുധീഷ് ഭയങ്കര ടെൻഷനായി. അപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് ഇടയ്ക്ക് അങ്ങ് ചെന്ന് കയറി. ചായ കുടിച്ചത് മതി, ഗ്ലാസ്സും കയറാൻ പറഞ്ഞ് സുധീഷ് ചേട്ടനും സിദ്ധാർത്ഥനോട് ദേഷ്യപ്പെടും. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. എടാ ഗ്ലാസ്സിങ് തരാൻ, നികേഷേ ഇത് പിടിച്ചേ, ഇനി എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേക്കടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ, നിധിയും ഒക്കെ. അപ്പോൾ കുറേ നേരമായാലും നീ ഇവിടെ ഇരുന്ന് നെകളിക്കുന്നു, ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ പോയി നീ ഇങ്ങനെ കിടന്ന് അന്വേഷിക്കോ എന്ന് സുധീഷ് ചോദിക്കോ. അയ്യോ അല്ല, ഞാനത് എടാ എന്ന് പറഞ്ഞ് ഷർട്ടിൻ്റെ കുത്തിനൊക്കെ കയറി പിടിക്കാം. കുറേ നേരമായി നിങ്ങളോട് പല്ലിളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ ലീവ് പറഞ്ഞിട്ടല്ലേ വന്നേ, പിന്നെ എന്തിനാടാ അവളെ ഇങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കാം. സുധീഷ് വേണ്ടാന്നും പറഞ്ഞു നമ്മുടെ നിധി. ചുമ്മാ ഇരിക്കും നിധി എന്ന് പറഞ്ഞിട്ട് സുധീഷ് ദേഷ്യപ്പെടുക നിധിയോട്. കുറേ നാളായി ഞാൻ ഓങ്ങി വെച്ചിരിക്കും നിന്നെ, എൻ്റെ വീട്ടിൽ വന്ന് നീ അവളുടെ മേലെ സ്കോർ ചെയ്യാനല്ലേ, ചെയ്യോടാ നീ ചെയ്യോടാന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ തലക്കെട്ട് ഒരു ഇടി വെച്ച് കൊടുത്തു.
പിന്നെ അവിടെ ഉന്തായി തള്ളായി പിടിയായി, അതിനെ ഉപദ്രവിക്കുകയോ കസേരയ്ക്ക് എടുത്ത് അടിക്കാനൊക്കെ നോക്കുക. സുധീഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ നിധി ഈ സമയത്ത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണിക്കുക. ഇതെല്ലാം നമ്മുടെ സുധീഷ് സ്വപ്നം കണ്ടതാ. അപ്പോൾ എടാ സുധീഷേ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിക്കുന്നത്. എടാ സുധീഷേ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിച്ചപ്പോഴാണ് സ്വപ്നലോകത്ത് നമ്മുടെ സുധീഷ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ നിധിയും സിദ്ധാർത്ഥും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇവരെല്ലാം ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എന്താണ് പറ്റിയെന്നൊക്കെ സുഭാഷ് അന്നേരം സുധീഷിനോട് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുക. ആ സമയം എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ പറയാം. അപ്പം അങ്ങനെ വിചാരിക്കാം, നീ ആരാടാ പാരട്ടെ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറയാം. നിധി പെട്ടെന്ന് റെഡിയായി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് സിദ്ധാർത്ഥ. അയ്യോ അതൊന്നും വേണ്ട, സിദ്ധാർത്ഥ പോയിക്കോളാൻ പറഞ്ഞു നിധി. അയ്യോ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അല്ല നിധി വന്നോളും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങാറുള്ളതേ, നിങ്ങൾ പോയിക്കോ ചെല്ല് എന്ന് സുധീഷ് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ചായയും കുടിച്ച് സിദ്ധാർത്ഥേട്ടൻ അങ്ങ് പോയപ്പം അപ്പം ശരി എന്ന് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു സുഖാന്വേഷണം നമ്മളോട് സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതെ അയാൾ എന്തിനാണ് ഇങ്ങോട്ട് നിധി അന്വേഷിച്ചുകൊണ്ട് വരുന്നതെന്ന് നമ്മുടെ സുധീഷ് അന്നേരം ചോദിച്ചു. ആ സമയം ഇതിലെ പോയപ്പോൾ വെറുതെ കയറിയതാണെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞില്ലേന്ന് ചോദിച്ചു നിധി. പിന്നെ വെറുതെ കയറാൻ ഇതെന്താ വല്ല സത്രമാണോ എന്ന് ചോദിച്ചു സുധീഷ് അന്നേരം നിധിയോട്. എടാ വേണ്ട, അവനാശ പണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് പോവില്ലേന്ന് ചോദിച്ചു സുഭാഷ്. സുഭാഷ് ഏട്ടാ അവനാഷിനെ അന്വേഷിച്ച് സുഭാഷ് ഏട്ടൻ പോകുന്ന പോലെയാണോ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന നിധി അന്വേഷിച്ച് അയാൾ കയറി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ നിധി ഇങ്ങനെ നോക്കുക. എന്താ പ്രശ്നം? എൻ്റെ പൊന്നെ ഒന്നുമില്ല, ചെന്ന് അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ അത് നോക്കുപ്പോ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് പറയാം. അയ്യോ അരി ഞാൻ മറന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരങ്ങ് പോകുന്നു. ഈ സമയം നമ്മുടെ നിധി പോകാൻ തുടങ്ങുക. ആ സമയം നമ്മുടെ സുധീഷ് നിധി ഇതെങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ ജോലി വിടാൻ പറഞ്ഞു സുധീഷ്. ജോലി വിടാനോ? ജോലിക്ക് കയറി 2 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ജോലി വിടാനോ? സുധീഷ് എന്താ വല്ല വട്ടുമുണ്ടോ? ഇത് പോടുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. നികേഷിന് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. വട്ടല്ലേ എനിക്ക് അല്ലേ? അപ്പോഴത്തേക്ക് നികേഷ് ഹലോ വട്ട് സുധീഷ് ചേട്ടനാട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് അവിടെ നിന്ന് പോയി. സമയത്ത് സുഭാഷ് ആയാലും നടന്നു വരുമ്പോൾ നീതു സുഭാഷിനെ വഴിയിൽ പിടിച്ചു നിർത്തി. എന്തിനെങ്കിലും ഓടി കതച്ച് വന്നേ? അപ്പോൾ സുഭാഷ് ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു. സുഖല്ലേ എന്ന് ചോദിച്ചു. ആ സുഖ അതെ എന്ന് പറഞ്ഞു. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ? മനസ്സിലായി, അറിഞ്ഞായിരുന്നു. വീട്ടുകാർ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയല്ലേന്ന് ചോദിച്ചപ്പം എങ്ങനെയെങ്കിലും ആരെക്കൊണ്ടെങ്കിലും കെട്ടിച്ചാൽ മാത്രം മതിയെന്നായിരിക്കും അവർക്കല്ലേ. അപ്പോൾ സുഭാഷ് ചേട്ടനത് മനസ്സിലായല്ലോ. അപ്പം ഞാൻ അവിടെ കഴിയുന്നത് എങ്ങനെയായിരിക്കും എന്ന് നീതു സുഭാഷിനോട് ചോദിക്കാം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ കഴിയുന്നതെന്ന് നീതു പറയുക. എന്നിട്ട് പോലും എന്നെ പറ്റിച്ച് അവർ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അപ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിച്ചു. നീ പറഞ്ഞ മോളെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഇനി എത്ര കാലം കഴിയുന്ന എനിക്കൊരു പിടിയും ഇല്ല എന്ന് നീതു പറയുക. മാത്രമല്ല ഞങ്ങളുടെ വിവാഹം നടക്കാൻ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു. ഇനി ആ വീട്ടിൽ എനിക്ക് അങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ തന്നെ എൻ്റെ മുന്നിൽ ആത്മഹത്യ വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ സുഭാഷിനോട് കല്യാണം കഴിക്കാൻ പറയും. അപ്പോൾ സുഭാഷ് ഏട്ടൻ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് നീതു പറഞ്ഞു. പിന്നെ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കാത്തത് കൊണ്ടാണ് അവൻ അന്ന് എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയത്. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും പറയാതെ അവൻ്റെ കൂടെ തിരിച്ചു പോയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇനി പിടിച്ചേക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല സുഭാഷ് ഏട്ടാ. അവരുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാനത് ഹരീഷിനോടും പറഞ്ഞതാണെന്ന് പറഞ്ഞു. അവനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന് നീതു പറയുകയാണേ. സുഭാഷിനാകെ ധർമ്മസങ്കടമായി. ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ സുഭാഷ് ഏട്ടാ, ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കണം. അപ്പോൾ എൻ്റെ വിവാഹം ഇതും തമ്മിൽ എന്താ മോളെ ബന്ധമെന്ന് ചോദിച്ചു. ഞാൻ ഹരീഷിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ട, അതോടെ അവനെന്നെ ഉപേക്ഷിക്കാനും മടിക്കില്ല എന്ന് നീതു പറയാം കേട്ടോ. സുഭാഷ് ഏട്ടൻ എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് ജീവനാണെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര സങ്കടം. അപ്പോൾ എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടനെ ഒരു കല്യാണം സെറ്റാക്കിയ പിന്നെ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആവും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഹരീഷ് ഒരിക്കലും അത് സുഭാഷ് ഏട്ടനോട് പറയുകയില്ല. സുഭാഷ് ഏട്ടന് ഒരു തടസ്സമാകുമെന്ന് വിചാരിക്കുമെന്നാ അവൻ്റെ പേടിയെന്ന കാര്യമൊക്കെ നീതു പറയാട്ടോ. അത് കേട്ടപ്പോൾ സുഭാഷിന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ സുഭാഷ് ഏട്ടനെ ഒരു തടസ്സമായിട്ട് കണ്ടിട്ടൊന്നും അല്ല ഞാനിത് പറയണേ, എൻ്റെ അവസ്ഥ നോക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സോ പ്ലീസ് സുഭാഷ് ഏട്ടാ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം സെറ്റാക്കണം കേട്ടോ എന്നിങ്ങനെ ഈ നീതു പറയാണ് സുഭാഷിനോട്. ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് നീതു അവിടെ നിന്ന് പോയി. പിന്നെ നമ്മുടെ സുഭാഷ് അവിടെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി. ആ സമയം പിന്നെ കാണിക്കുന്ന സുധീഷും നികേഷും നിധിയും കൂടി ഇങ്ങനെ നടന്നു വരും. അപ്പം സുധീഷ് ഇങ്ങനെ ഇവരുടെ പിന്നാലെ വരുന്നു. നികേഷും അതുപോലെ നിധിയും കൂടെ സംസാരിച്ചിങ്ങനെ പോരുന്നു. സുധീഷ് എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനതിനങ്ങോട്ട് ഓഫീസിലേക്കൊന്നും വരുന്നില്ലല്ലോ, ഈ
ബസ് സ്റ്റോപ്പ് വരെയല്ലേ വരുന്നുള്ളൂ, ബസ് കയറി കൂടെ വരുമൊന്നും ഇല്ല എന്നും പറഞ്ഞ് സുധീഷ്. ഓ ഇങ്ങർക്ക് തന്നെ അപ്പോൾ അവൾ വന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ഇങ്ങനെ തന്നെ പെറുപറ പറഞ്ഞുകൊണ്ട് പോകും കേട്ടോ. വരാൻ സമയമായല്ലോ, എന്താ വരാത്തേ എന്നൊക്കെ പറഞ്ഞ് 4 വാർഡ് നോക്കുക. ആ സമയത്ത് എന്താടാ അപ്പോൾ ഏടത്തിയുടെ വായിന്ന് കേട്ടത് പോരെ, അപ്പം ഇവനെന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ്. അപ്പം നികേഷ് പെണ്ണ് വരാത്തതിൻ്റെ ഒരു ടെൻഷനിലാണ്. നിധി എന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ ബാഗിലൊക്കെ നോക്കുന്നു. നീ ഇത് ആരെയാടാ നോക്കുന്നതെന്ന് സുധീഷ് ചോദിച്ചു. ഞാനാരാ നോക്കാൻ, ഞാനാരെയും നോക്കുന്നൊന്നുമില്ല. എന്താടാ ഒന്നുമില്ല, നിന്റെ ചിരിയിലൊരു വശപ്പശ കൊണ്ടല്ലോ. സാറിനെ കാണാൻ ചില സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട്, അതാ നിധി പറയുമ്പോൾ അതാര് അത് ഏടത്തേക്ക് എന്താ വെറുതെ ഓരോന്ന് ചുമ്മാ എടാ വേണ്ട സത്യം ശരിക്കും ഉണ്ടോ എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കഥകളൊക്കെ നമ്മുടെ നിധി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ പെങ്കൊച്ചും കൂട്ടുകാരും കൂടെ അങ്ങോട്ടേക്ക് വരുതേ നമ്മൾ പറഞ്ഞ ആൾ വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് സുധീഷിനെ കാണിച്ചു കൊടുത്തു നിധി ആ പെൺകുട്ടിക്ക്. ഇതേതാ പുതിയത്, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് കൃത്യമായി അത് പറയുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളുടെ സെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു നിധി. അല്ല, ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളല്ലേ നിധി, പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങളെ മുതൽ മുതുക്കി കിളവിമാർ വരെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ നിൽക്കുക. അയ്യോ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, നാട്ടിലുള്ള ആൾക്കാരെ അറിയാമെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് കയ്യിൽ നിന്ന് പോയി നിൽക്കുക. അപ്പോഴേക്കും ആ പെങ്കൊച്ച് ഇങ്ങനെ നമ്മുടെ നികേഷിനെ നോക്കുന്നു, ചിരിച്ചൊക്കെ കാണിക്കുന്നു, ഇങ്ങനെ കണ്ണും കഥ പറയുന്ന ഒരു രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നിധിയും സുധീഷും കൂടെ അവിടെ നിന്ന് വർത്താനം പറയുകയാണ്. ഈ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നികേഷിനെ തന്നെ നോക്കിക്കൊണ്ട് വരും. അപ്പോഴത്തേക്കും ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വന്നു. ആ കൂടെയുള്ള കൊച്ചും ഈ കൊച്ചും കൂടെ ഓട്ടോയിൽ കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ നികേഷിന് ഭയങ്കര വിഷമം, അത് നോക്കിയൊന്നുമില്ല, ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഓട്ടോ കുറച്ച് ദൂരം അങ്ങ് പോയപ്പോഴത്തേക്ക് ഈ കൊച്ചു ഓട്ടോയ്ക്കകത്തുനിന്ന് തലയിട്ട് നമ്മുടെ നികേഷിനെ നോക്കുന്നു. അപ്പോഴാണ് നികേഷിന് സമാധാനമായത്. ഇന്നും ആ കുട്ടിയെ വണ്ടിയിൽ കയറിപ്പോയല്ലോടാ, പോയോ, നിങ്ങൾ ഒരു അടി ഉണ്ടാക്കുമായിരുന്നില്ലേ, ആ കുട്ടി എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്നൊക്കെ നികേഷ്. എടാ അങ്ങനെ നോക്കി നിന്നത് കൊണ്ടായില്ല, നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കണം, വെറുതെ ഇടിച്ച് കയറി ഓരോന്ന് പറഞ്ഞ് നമ്മളായിട്ട് അവിടെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി എടുക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എടാ അതൊക്കെ ചോദിക്കണ്ടേ എൻ്റെ അടുത്ത്, ചോദിക്കാതെ. അപ്പോൾ നിധി ഇങ്ങനെ നോക്കുക. അയ്യോ അല്ല വെറുതെ നിധി, അവനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് സുധീഷ് നിധിയോട്. നാശിപ്പിച്ചു, വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ നികേഷിന് ഭയങ്കര വിഷമം. അത് കഴിഞ്ഞ് നമ്മുടെ സുഭാഷ് ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചനയായിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് അവിനാഷ് അങ്ങോട്ടേക്ക് വന്നു. എന്ത് പറ്റി വയ്യാന്നും ചോദിച്ച്. അന്ന് നിങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വന്നത് കൊണ്ട് ചാന്ദിനി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവർ ചാന്ദിനിയെ കൊണ്ടുപോയനെന്ന കാര്യമൊക്കെ അവിനാഷ് പറയാം. എൻ്റെ അമ്മയ്ക്ക് അവൾ എവിടെയുണ്ട് എന്നുള്ളത് അറിയാം, അമ്മ പറയില്ല എന്നും അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് അമ്മയ്ക്ക് താല്പര്യം എന്നും അവിനാഷ് പറയാട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തരുത് അവിനാഷേ. ഇല്ല വയ്യ, അവൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യൂല എന്നും പറഞ്ഞുകൊണ്ട് അവിനാഷ് പറയാം. അങ്ങനെ നമ്മുടെ സുഭാഷ് അവിനാഷിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ആ ബ്രോക്കറേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. സുഭാഷേ നീ ഇതിനെ കാണണമെന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് താല്പര്യമുണ്ടെന്നും അതുപോലെ ആലോചനകൾ നോക്കാനും പറയാം. അപ്പം ഞാൻ ഏത് ആലോചന കണ്ടുപിടിച്ചോണ്ടൊന്നുമല്ല, അത് മൊത്തം പ്രശ്നമാവുമല്ലോ, എനിക്കതുകൊണ്ട് വയ്യ എന്ന് അയാൾ പറയുമ്പോൾ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ചേട്ടൻ ഒരെണ്ണം കണ്ടുപിടിച്ചോണ്ട് വരാൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഡിമാൻഡും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഡിമാൻഡും ഇല്ല എന്ന് നമ്മുടെ സുഭാഷ് പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.